വർക്കൗട്ടിന് ശേഷം എന്തിനാണ് ഓരോരോ പാർട്ടായിട്ട് സ്ട്രെച്ചിങ്സ് ചെയ്യുന്നത്? ഏതെങ്കിലുമൊക്കെ സ്ട്രെച്ചിങ്സ് ചെയ്ത് നിർത്തിയാ പോരെ. വെൽക്കം ബാക്ക് ടു അവർ റൈറ്റ് ആൻഡ് റോങ് എപ്പിസോഡ് മിസ്റ്റർ ആൻഡ് മിസ്സസ് കോസ്. നമ്മൾ നെക്ക് പാർട്ട് മുതൽ ലെഗ് വരെ നമ്മൾ ഓരോരോ പാർട്ടായിട്ടാണ് പൊതുവെ സ്ട്രെച്ചിങ്സ് ചെയ്യുന്നത്. എന്തിനാണ് അങ്ങനെ സ്ട്രെച്ചിങ്സ് ചെയ്യുന്നത്? നമുക്ക് ഇഞ്ചറീസ് ഉണ്ടാവാതിരിക്കാൻ. നെക്ക് ചെയ്യുന്നുണ്ട്, ഷോൾഡർ പാർട്ടിന് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആംസിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ചെസ്റ്റ്, ആപ്സ്, അതുപോലെ തന്നെ ലെഗിന്റെ തന്നെ സ്കോട്ട് പാർട്ട്, കാഫ് പാർട്ട്, ടോ വരെയുള്ള പാർട്സിന് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ബാക്കിന് വേണ്ടിയിട്ട് കോബ്ര സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്, സൂപ്പർമാൻ സ്ട്രെച്ചിങ്സ് ചെയ്യുന്നുണ്ട്. ഇവയൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ ഓരോ പാർട്ടിനും ഇഞ്ചറി ഇല്ലാതിരിക്കാൻ. ഇവയെല്ലാം എന്നും ചെയ്യണോ? ഉറപ്പായിട്ടും ചെയ്യണം. എന്നാൽ ചില പാർട്സ് നോക്കി മാത്രമാണ് ചെയ്യുന്നത്. അതിന്റെ ആവശ്യകതയുണ്ടോ? ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ചെയ്യേണ്ടത് എല്ലാ പാർട്സിനും എന്നും വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും സ്ട്രെച്ചിങ്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ പാർട്സ് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ചിലപ്പോൾ അറിയാതെ തന്നെ നമ്മുടെ വർക്കൗട്ടിനിടയ്ക്ക് ഓരോരോ പാർട്സും മൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതിൽ ചിലപ്പോൾ ഇഞ്ചറീസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അത് നമുക്ക് വലിയ ദോഷങ്ങളിലേക്കായിരിക്കും എത്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെച്ചിങ്സ് ചെയ്യുന്നത്. നമ്മുടെ പാർട്സ് ഒരിക്കലും ഇഞ്ചുറി ആയി നശിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് നമ്മൾ ജിമ്മിൽ വരുന്നതും അതുപോലെ വർക്കൗട്ട് ചെയ്യുന്നതും. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട്സിന് വേണ്ടിയിട്ട് സ്ട്രെച്ചിങ്സ് കൊടുത്ത് നമുക്കൊരു ഇഞ്ചുറി ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരോ പാർട്സ് എടുത്തെടുത്ത് വർക്കൗട്ട് ചെയ്യുന്നതും അതുപോലെ സ്ട്രെച്ചിങ്സ് കൊടുക്കുന്നതും. അപ്പോൾ സ്ട്രെച്ചിങ്സിന്റെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? റൈറ്റ് ആൻഡ് റോങ് എപ്പിസോഡ് വൈൻഡ് അപ്പ്. ബൈ ബൈ.